ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയാമണിയോട് മഹേഷ് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഏറ്റവും ഒരു മനുഷ്യൻ ദുർബലമാകുന്നത് എപ്പോഴാണെന്നറിയാവോ? അവൻ രോഗിയായി കിടപ്പിലാകുമ്പോൾ, അവനൊരു പരസഹായത്തിന് ആളില്ലാതാകുമ്പോൾ, അപ്പോഴാണ് ഓരോരുത്തരുടെയും മനസ്സിലിരിപ്പ് നമുക്ക് മനസ്സിലാകുന്നത് എന്നൊക്കെ മഹേഷ് പ്രിയാമണിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്രിയാമണിക്ക് ഇത് ശരിക്കും കൊള്ളുകയാണ്. മഹേഷെ, ഞാനന്ന് വളരെയേറെ മോശമായിട്ട് തന്നെയാണ് മഹേഷിനോട് സംസാരിച്ചത്. അതിനുള്ള കാരണവും എന്താണെന്ന് മഹേഷിന് അറിയാം. കാരണം എൻ്റെ മോള് ആദ്യം ഒരു കല്യാണം കഴിച്ചു. പക്ഷേ ആ കല്യാണ പന്തലിൽ വെച്ച് തന്നെയാണ് അറിയുന്നത് അവൾക്ക് ഒരമ്മയാകാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഒരമ്മയ്ക്കുണ്ടാകുന്ന വേദന എത്രമാത്രമാണെന്ന് മഹേഷിന് ഊഹിച്ചാലൊന്നും മനസ്സിലാവില്ല. മഹേഷെ, അന്ന് ഞാൻ അനുഭവിച്ച വേദന, എൻ്റെ മോൾ അനുഭവിച്ച വേദന, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഇരിക്കുകയാണ് മഹേഷിനെ കല്യാണം കഴിച്ചതും. അങ്ങനെ നിങ്ങൾ നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്നും നിങ്ങളൊരു കുഞ്ഞുണ്ടാകുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അതിനെ തുടർന്നാണ് ഇഷിത ട്രീറ്റ്മെൻറ്റിന് പോയതും ഡോക്ടറെ കണ്ട് പല കാര്യങ്ങൾ സംസാരിച്ചതൊക്കെ ചെയ്തത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഇനി ഇഷിതയ്ക്കൊരു കുഞ്ഞുണ്ടാകും, ഇപ്പോൾ ഒരു തടസ്സവുമില്ല എന്ന്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ ഇടയിലൊരു കുഞ്ഞുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഞാൻ സ്വപ്നം കണ്ടതുപോലെ നിങ്ങളുടെ ഇടയിൽ ഒരു കുഞ്ഞുണ്ടായില്ല. പിന്നീട് അറിഞ്ഞത് നിങ്ങൾ തമ്മിലുള്ള യാതൊരു ബന്ധവും ഇല്ല എന്ന്. പക്ഷേ അതെല്ലാം എൻ്റെ തെറ്റിദ്ധാരണയാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് മഹേഷെ. എല്ലാം എൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം എത്ര മാത്രയാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. ഇഷിതയ്ക്ക് കുഞ്ഞിനേക്കാൾ വലുത് മഹേഷാണ്. മഹേഷ് ആണെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാനിതിൽ വാശി പിടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എനിക്കൊരു കുഞ്ഞു വേണമെന്ന് തോന്നിയത് അതെൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ മകളിൽ ഒരു കുഞ്ഞുണ്ടായി അതിനെ താലോലിക്കണമെന്ന് എനിക്കൊരാഗ്രഹം തോന്നി. ആ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതെങ്ങനെ ജീവിച്ച് തീർക്കണമെന്നും അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. അതിനിടയിൽ കയറി ഞാൻ വല്ലാതെ സംസാരിച്ചു. മഹേഷിനോടും മോശമായി സംസാരിച്ചു. പക്ഷേ എൻ്റെ മകളോട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൾക്ക് എത്രമാത്രം മഹേഷിനെ ഇഷ്ടമാണെന്ന്. മഹേഷിനും അതേപോലെയാണെന്ന് എനിക്കറിയാം മഹേഷെ. ഇങ്ങനെയൊക്കെ പ്രിയാമണിയുടെ മനസ്സിലിരിപ്പൊക്കെ ഇങ്ങനെ പറയാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഹേഷിന് വളരെയേറെ സന്തോഷം തോന്നിയാണ്. ഏതായാലും അമ്മക്ക് കാര്യങ്ങളെല്ലാം ബോധ്യമായല്ലോ. അമ്മ പറഞ്ഞതിലും തെറ്റ് ഞാൻ കാണുന്നില്ല. അമ്മയുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. പക്ഷേ ഇഷിത എനിക്ക് എത്രമാത്രം വലുതാണെന്ന് അത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മാത്രമേ എനിക്ക് അറിയുള്ളൂ. അത് ഇഷിതയോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇഷിത എന്നോടും തുറന്നു പറഞ്ഞിട്ടുണ്ട് അമ്മ എന്നൊക്കെ ഇങ്ങനെ പ്രിയാമണി അമ്മയോട് പറയുകയാണ്. ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഇടപെടാനായിട്ട് വരില്ല. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. സത്യമായിട്ടും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. നിങ്ങൾ എപ്പോൾ ജീവിതം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ കുട്ടികളുണ്ടാവുമെന്ന് ആഗ്രഹിക്കുന്നോ അപ്പോൾ ഉണ്ടാവട്ടെ. ഇനി ഈ കാര്യത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ വരില്ല മഹേഷേ എന്ന് പറയാം. ഇങ്ങനെ ഏതായാലും ഞാൻ ഈ ഒരു പായസം കൊണ്ടുവന്നല്ലേ, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നില്ലേ. ഇനി ഈ മധുരം കഴിച്ചുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം നമുക്ക് എല്ലാം കൊണ്ട് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷിനെ പായസം കൊടുക്കുക. അങ്ങനെ പായസം കുടിച്ച് നോക്കുകയും ചെയ്യുകയാണ്. ഞാൻ ഏതായാലും പൊയ്ക്കോട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ പ്രിയാമണി അവിടെ നിന്ന് പോവുകയാണ്. മഹേഷിന് വല്ലാത്ത സന്തോഷവും തോന്നുക. പിന്നീട് നമ്മുടെ മാഷിനെ കാണിക്കുകയാണ്. അപ്പം മാഷാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം മാഞ്ഞിങ്ങനെ നടക്കുകയാണ്. പ്രിയാമണി അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് മാഷിന് മനസ്സിലായി. മാഷ് സന്തോഷം കൊണ്ട് മതി മറന്നു. അപ്പോഴാണ് പ്രിയാമണി സന്തോഷത്തോടെ കയറി വരുന്നത്. അപ്പോൾ പ്രിയാമണി സന്തോഷത്തോടെ കയറി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താണ് എൻ്റെ ഭാര്യയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമാണല്ലോ. അല്ല, ഇന്നലെ വരെ ഭയങ്കര പരിഭവമാണ് ഞാൻ കണ്ടത്, ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ് കണ്ടത്. മരുമകനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യയുടെ മനസ്സ് ക്ലിയർ ആയോ എന്താ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതേ മാഷേ, ഞാൻ എൻ്റെ മരുമകനോട് സംസാരിച്ചു, ഉള്ളു തുറന്ന് തന്നെ സംസാരിച്ചു. ഞാൻ ഇനി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഒരു കാര്യത്തിനും ഞാൻ ഇടപെടാനായിട്ട് വരില്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാമെന്ന്. ആഹാ, കൊള്ളാലോ, അത് നല്ല കാര്യം തന്നെയാണ്. എന്നിട്ട് ഇഷിത അവിടെ ഇല്ലായിരുന്നോ? ഇല്ല, ഇഷിത അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ മരുമകനെ കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. കലക്കി. അപ്പോൾ ഇപ്പം മരുമകനും അമ്മായിയമ്മയും ഒന്നായല്ലേ? ഇതാണ് പറഞ്ഞത്. ഇപ്പം മഹേഷിൻ്റെ മനസ്സിൽ എന്താണെന്ന് ശരിക്കും പ്രിയാമണിക്ക് മനസ്സിലായില്ലേ? എനിക്ക് ശരിക്കും മനസ്സിലായി മാഷേ. അവൻ്റെ ഉള്ളിൽ ഒത്തിരി സ്നേഹമാണ് ഇഷിതയോട്. നമ്മളാണ് വെറുതെ തെറ്റിദ്ധരിച്ചത്. നമ്മളല്ല, താനാ തെറ്റിദ്ധരിച്ചത്. എനിക്ക് എൻ്റെ മകളുടെയും മരുമകൻ്റെയും മനസ്സൊക്കെ അറിയാം.
താനല്ലേ വെറുതെ കുഞ്ഞ് വേണം അത് വേണം അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അല്ല കഴിയുന്നത് എന്നൊക്കെ പറഞ്ഞ താനല്ലേ. ഇപ്പോ എല്ലാം പൂർണ്ണമായിട്ട് വിശ്വാസമായില്ലേ? ഇപ്പൊ തനിക്ക് സമാധാനമായില്ലേ? എനിക്ക് സമാധാനമായി മാഷേ, എല്ലാം കൊണ്ട് സമാധാനമായി. ഇനി ഞാൻ പറഞ്ഞല്ലോ ഇഷിതയുടെ കാര്യത്തിൽ ഞാൻ ഇനി ഇടപെടാനായിട്ട് പോവില്ല. അവളുടെ മനസ്സ് എന്താണെന്ന് എനിക്കിപ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരിത് തിരികെയാണ്. അങ്ങനെ നമ്മുടെ മഹേഷ് ഇങ്ങനെ പായസം കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മഹേഷ് പായസം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇഷിത അങ്ങോട്ട് കയറി വരികയാണ്. ആഹാ, കൊള്ളാലോ, ഇത് പായസം കുടിക്കുകയാണല്ലോ. ഇത് എവിടെന്നാ പായസം? അല്ല, ഇന്ന് ആരെങ്കിലും ബർത്ത്ഡേ ആണോ? അതാണോ പായസം ഉണ്ടാക്കിയത് അമ്മ എന്ന് ചോദിച്ചപ്പോഴേക്കും എൻ്റെ അമ്മ ഉണ്ടാക്കിയ പായസമാണിത്. ഈ പായസം കുടിച്ചിട്ട് പറ ഇതെങ്ങനെയുണ്ടെന്ന് ആത്മാർത്ഥമായിട്ട് പറയണേ, എന്നാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുള്ളൂ. ശരി, പറയാം. അങ്ങനെ ഇഷിത കുറച്ച് പായസം എടുത്ത് കുടിക്കുകയാണ്. വാവ്, അടിപൊളി പായസം. ഇതേപോലെ പായസം മഹേഷിൻ്റെ അമ്മയ്ക്ക് ഉണ്ടാക്കാൻ അറിയാമായിരുന്നോ? എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റാണ് ഈ പായസത്തിന്. പക്ഷേ മഹേഷിൻ്റെ അമ്മയ്ക്ക് ഇതേപോലെ പായസം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നല്ല രുചികരമായ പായസം എൻ്റെ അമ്മക്ക് മാത്രമേ ഉണ്ടാക്കാൻ അറിയുള്ളെന്നാണ് ഞാൻ വിചാരിച്ചത്. എടോ ഇഷിതേ, തെറ്റിയില്ല. തൻ്റെ അമ്മ തന്നെയാണ് ഈ പായസം ഉണ്ടാക്കിയത്. തൻ്റെ അമ്മയെ എനിക്ക് കൊണ്ടുവന്നത് ഈ പായസം. അത് ശരി, എൻ്റെ അമ്മയാണോ ഈ പായസം കൊണ്ടുവന്നത്? അല്ല, മധുരം തന്നിട്ട് എന്ത് കയ്പുള്ള വാർത്തയാ പറഞ്ഞത്? എടോ, തൻ്റെ അമ്മ എന്നോട് ഒരു കയ്പുള്ള വാർത്തയും പറഞ്ഞില്ല. മധുരമുള്ള വാർത്ത തന്നെയാണ് എൻ്റെ അമ്മ പറഞ്ഞത്. അങ്ങനെയൊക്കെ സംഭവിച്ചോ? അതേന്നേ, അങ്ങനെയൊക്കെ സംഭവിച്ചു. പിന്നെ തൻ്റെ അമ്മ പറഞ്ഞതേ, ഇനി നമ്മുടെ കാര്യത്തിൽ ഒരു കാര്യത്തിലും ഇടപെടാൻ വരില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യാമെന്ന്. അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു. അമ്മയുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അമ്മ മുഖത്തടിച്ചതുപോലെ എന്നോട് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ തെറ്റായി പോയി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് എന്നോട് ക്ഷമയും ചോദിക്കുകയും ചെയ്തു. പിന്നെ ഒരു കാര്യത്തിലും ഇടപെടാൻ വരില്ല എന്നും പറഞ്ഞു. എനിക്ക് ഏതായാലും അങ്ങനെയുള്ളവരെയൊക്കെ ഇഷ്ടം. കാരണം നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നടിച്ച് പറയണമെന്നേ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേറെ രീതിയിൽ സംസാരിക്കാൻ പാടില്ല. അതല്ലേ നല്ലത്. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഇഷിത ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവരെ പറ്റിക്കാനായിട്ടേ എളുപ്പമാണ്. എൻ്റെ അമ്മയെ ഞാൻ പറ്റിച്ചില്ലേ? എൻ്റെ അമ്മയെ പറ്റിക്കാനായിട്ട് എളുപ്പമാണെന്നേ. ഏതായാലും ഈ ഒരു പ്രശ്നം സോൾവ് ആയല്ലോ. അതേടോ, സോൾവ് ആയി. ഇനി അമ്മയുടെ സങ്കടമൊക്കെ മാറ്റി കൊടുക്കണം. താനേതായാലും അമ്മയെ പറ്റിച്ചല്ലേ? ഏതായാലും ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുക്കണ്ടേ നമുക്ക്? അമ്മയുടെ സ്വപ്നവും എല്ലാവരുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കി നമുക്ക് കൊടുക്കണം. ഇനി അതിനുള്ള മുന്നോട്ട് പോക്കാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ മഹേഷും ഇഷിതയും കൂടി ആ ഒരു കടുത്ത തീരുമാനം എടുക്കുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനസ്വിനെയാണ്. അപ്പോൾ മനസ്വിനി ഇങ്ങനെ ഇരിക്കുമ്പോൾ മാധവ് ഇങ്ങനെ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുക. ആ സമയത്ത് എടാ മാധവേ, നീ അവിടെ നിന്നേ. അല്ല, എങ്ങോട്ടാ? ഇന്നലെ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞു കൂട്ടിയെന്ന് നിനക്ക് വല്ല അറിയോ? അല്ലെങ്കിൽ എങ്ങനെ പറയാനാണല്ലേ? കുടിച്ച് ലെക്ക് കെട്ട് നിന്റെ വായ തോന്നിയ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്നും അറിയാത്ത പോലെ അവൻ പോയത് കണ്ടില്ലേ? എനിക്ക് കുടിച്ച് ലെക്ക് കെട്ടെങ്കിലും ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് നിങ്ങളുടെ മുഖത്ത് നോക്കി തന്നെയല്ലേ പറഞ്ഞത്? അതേടാ, എനിക്ക് മനസ്സില്ലല്ലോ. എൻ്റെ പേര് മനസ്വിനി, അതുകൊണ്ട് മനസ്സില്ലാത്ത സ്ത്രീയാണ് ഞാൻ എന്നൊക്കെ അല്ലേ? അതെ, നിങ്ങൾ ഇഷിതയോട് ചെയ്തത് വലിയൊരു ക്രൂരത തന്നെയല്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ മാധവന്റെ ഭാര്യ ലയയാണെങ്കിൽ ഇനി ഇഷിതയുടെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കരുത്. സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. ഞാൻ ഇവിടുന്ന് പോകുക തന്നെ ചെയ്യും. എന്തിനാ ഇഷിതയോട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ നിൽക്കരുതെന്ന് പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ചെയ്തത് ഇഷിതയോട് വലിയൊരു പാപം തന്നെയാ, വലിയൊരു പാപം. അതൊക്കെ എങ്ങനെ അമ്മയ്ക്ക് മറക്കാനായിട്ട് സാധിക്കുന്നത്? എടാ, ഞാനൊരു വലിയ പാപവും ചെയ്തിട്ടില്ല. സത്യസന്ധമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്ത് സത്യസന്ധമായ കാര്യങ്ങളെല്ലാം? ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ചതാ. അത് പറഞ്ഞത് ഡോക്ടറാണ്. ഞാനങ്ങനെ പറയുമ്പോഴത്തേക്കും ഒരു ഡോക്ടറായ ആ സ്ത്രീ അങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് പാടുണ്ടോ? അതും ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി. അതൊക്കെയല്ലേ വലിയ പാപങ്ങള്. നിങ്ങളിപ്പോ ഒന്നും അറിയാത്ത രീതിയിൽ കൈമലർത്തി കാണിക്കും. പക്ഷേ ഇഷിത ഈ സത്യങ്ങൾ അറിയണം. ഇഷിതിനി എങ്ങനെ ഈ സത്യങ്ങൾ അറിയാനായിട്ട് പോവുകയാണ്? അതെ, നിങ്ങൾ തന്നെ പറയണം ഇഷിതയോട് സത്യങ്ങൾ. എടാ, ഞാൻ അവളുടെ കാല് പിടിച്ച് പോയി അവളോട് സത്യങ്ങൾ മുഴുവനും പറയണമെന്നോ? അതിനെ മനസ്വിനി രണ്ടാമത് ജനിക്കണം. അങ്ങനെയൊന്നും പറയാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങളോട് ഡോക്ടർ ദേവിക പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുപോയോ? ഡോക്ടർ ദേവിക ഇനി എന്തും പറഞ്ഞ് ഭീഷണിപ്പെടുത്തും? അല്ല, ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞതേ
നീ ഈ സംഭവങ്ങളെല്ലാം അറിയുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാ ഇപ്പൊ നീ ഒളിഞ്ഞതെല്ലാം കേട്ടല്ലോ. ഇനി ഞാൻ എന്തിനാ അവരോട് പറഞ്ഞ വാക്ക് പാലിക്കാനായിട്ട് പോകുന്നത്? ഒരിക്കലും നടക്കാത്ത കാര്യമാണിത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏതായാലും ഈഷിതയോട് നിങ്ങൾ തന്നെ പറയണം. ഈഷിത സത്യങ്ങളെല്ലാം അറിയണം. അവൾക്കൊരു കുഞ്ഞു ജനിക്കണം. ഞാൻ അതിന് തന്നെ മുൻകൈയെടുത്തിറങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധവ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ലേക്കാകെ കലി വരികയാണ്. അപ്പൊ ലേയാണെങ്കിൽ ഇതെന്താ അമ്മ ഇത്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈഷിത ഇനി സത്യങ്ങൾ അറിയും. അവൾക്ക് അധികം താമസിയാതെ കുഞ്ഞ് ജനിക്കും. അപ്പൊ എൻ്റെ കാര്യമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മനസ്വിനിക്കും ആകെ ഒരു ടെൻഷനൊക്കെ തോന്നുക. ഇങ്ങനെ പിന്നീട് നമ്മുടെ മാധവാണെങ്കിൽ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മാധവിനാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. മാധവ് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ടിട്ട് നമ്മുടെ ഇഷിതയുടെയും മാധവിൻ്റെയും പഴയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടെടുക്കുക. അങ്ങനെ എൻ്റെ ദൈവമേ, എന്തൊരു ചതിയാണ് എനിക്ക് പറ്റിയത്. ആ കല്യാണ മണ്ഡപത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ എൻ്റെ ഇഷിതയുടെ കൈയും പിടിച്ച് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് ഇഷിതയെ നഷ്ടപ്പെടില്ല. എൻ്റെ ജീവിതം ഇങ്ങനെയായി പോകില്ലായിരുന്നു. ഞാൻ എന്തൊരു ചതിയെ ചെയ്തത്. അതെ, ദൈവം എനിക്ക് തന്ന ശിക്ഷയാണിതൊക്കെ. ഞാൻ ഇഷിതയോട് ചെയ്ത വലിയ ക്രൂരത. അവളോട് ഇങ്ങനെയെല്ലാം ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനിയെങ്കിലും അവൾ സത്യങ്ങൾ അറിയണം. എനിക്ക് അല്ലെങ്കിൽ ഇഷിതയോട് നേരത്തെ സത്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ അവൾക്കൊരു കുഞ്ഞുണ്ടായേനായിരുന്നു. എനിക്കത് കാണായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാം. ഏതായാലും ഇനി ഇഷിതയോട് മറച്ചു വെക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ മാധവ് നേരെ ഇഷിതയെ വിളിക്കാം. അപ്പോൾ ഇഷിത കഴിഞ്ഞ മാധവിൻ്റെ കോള്. ഇതെന്തിനാ മാധവ് ഇപ്പം എന്നെ വിളിക്കുന്നത്? ഏതായാലും ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിക്കണം. മാധവ് ഇനി വിളിക്കാൻ പാടില്ല എന്നെ. എല്ലാ സൗഹൃദങ്ങളാണെങ്കിലും അത് ഇന്നോടെ അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത ഫോൺ എടുക്കുകയാണ്. എന്താ മാധവേ എന്ന് ചോദിക്കുകയാണ്. ഇഷിത, എനിക്ക് ഇഷിതയോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇഷിത എന്നെ ഒന്ന് കാണാൻ വരാവോ എന്നിങ്ങനെ ചോദിക്കാം. പക്ഷേ ഇഷിത അവിടെ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.